ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും അമിതമായ വിശ്രമവും ആവശ്യമാണ്. സാമ്പത്തിക ഇടപാടുകളിലും ദൂരയാത്രകളിലും അതീവ ജാഗ്രത പുലർത്തുന്നത് ഗുണം ചെയ്യും. ജോലിസ്ഥലത്ത് തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശാന്തത പാലിക്കുന്നത് തടസ്സങ്ങൾ ഒഴിവാക്കുവാനും സഹായിക്കും. ഇടവം രാശി കാർത്തിക അവസാന കാൽഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും അന്തരീക്ഷവും നിലനിൽക്കും. പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്നും ലാഭം കൈവരിക്കുവാനും സാധിക്കും. പുതിയ സൗഹൃദങ്ങൾ വഴിയും സഹപ്രവർത്തകർ വഴിയും കാര്യവിജയം ഉണ്ടാക്കുകയും യാത്രകൾ ആസ്വാദ്യകരമാക്കുവാൻ മാറുകയും ചെയ്യും. മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഔദ്യോഗിക രംഗത്ത് നേരിടുന്ന വെല്ലുവിളികളെ സമർത്ഥമായി മറികടക്കുവാൻ സാധിക്കും. പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് അനുകൂലമായ വിവരങ്ങളും ലഭിക്കും. സാമ്പത്തിക ബാധ്യതകൾ മറികടക്കുവാനും എതിരാളികളുടെ നീക്കങ്ങളെ പക്വതയോടെ നേരിടുവാനും അവസരമൊരുങ്ങും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യമായ ആശങ്കകൾ ഒഴിവാക്കി മനസ്സിന് ശാന്തത നൽകും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. സാമ്പത്തിക തീരുമാനങ്ങളിൽ കൃത്യമായ ആസൂത്രണം പുലർത്തുന്നതും സർഗാത്മക കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും ഗുണം ചെയ്യും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഭവനം, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട അപ്രതീക്ഷിതമായ ചില ചിലവുകൾ വരുവാൻ ഇടയുണ്ട്. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ ക്ഷമയും സംയമനവും പാലിക്കേണ്ടതാണ്. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുകയും സുഹൃത്തുക്കളുടെ പിന്തുണയോടെ ജോലിയിൽ വിജയകരം പൂർത്തിയാക്കുവാനും സാധിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഏറ്റെടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ തടസ്സമില്ലാതെ പൂർത്തിയാക്കുവാൻ സാധിക്കും. സഹോദരങ്ങളിൽ നിന്നും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും പൂർണ്ണ പിന്തുണ നൽകും. പുതിയ സംരംഭങ്ങളോ പദ്ധതികളോ ആരംഭിക്കുവാൻ പറ്റിയ അനുകൂലമായ സമയമാണ് ഇത്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. സംഭാഷണത്തിൽ മിതത്വവും പക്വതയും പാലിക്കുന്നത് ബന്ധങ്ങളിലെ അകൽച്ച ഒഴിവാക്കുവാൻ സഹായിക്കും. അപ്രതീക്ഷിത ധനച്ചെലവിന് വഴി തുറക്കുമെങ്കിലും ചെലവുകളിൽ നിയന്ത്രണം വേണം. കുടുംബത്തോടെ സമയം ചെലവഴിക്കുവാനും പുതിയ ബിസിനസ് ആശയങ്ങൾ രൂപീകരിക്കുവാനും സാധിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ശാരീരിക ക്ഷീണം ഒഴിവാക്കാൻ കൃത്യസമയത്ത് ആഹാരം കഴിക്കുവാൻ ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തമായ കണക്കുകൂട്ടലിലൂടെ മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ. പുതിയ തൊഴിൽ ശ്രമങ്ങളിൽ ഗുണപരമായ പുരോഗതിയും കാര്യവിജയവും കൈവരിക്കുവാനും സാധിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. അനാവശ്യ യാത്രകൾ ഒഴിവാക്കി സമയവും ഊർജവും ലാഭിക്കുന്നത് ഗുണം ചെയ്യും. ശ്വാസകോശ അലർജി അസ്വസ്ഥതകൾ ഉള്ളവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. അപ്രതീക്ഷിത ചെലവുകൾ നിയന്ത്രിക്കുവാനും പ്രധാന തീരുമാനങ്ങളിൽ പരിചയസമ്പന്നരായ മുതിർന്നവരുടെ അഭിപ്രായം തേടുവാനും ശ്രദ്ധിക്കുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പ്രവർത്തന രംഗത്ത് നിന്നും സാമ്പത്തിക നേട്ടങ്ങളും അപ്രതീക്ഷിതമായ പുരോഗതിയും ഉണ്ടാകും. പുതിയ സൗഹൃദങ്ങൾ വഴി ആഗ്രഹിച്ച കാര്യങ്ങൾ വേഗത്തിൽ നേടിയെടുക്കുവാനും സാധിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ ലഭിക്കുകയും കുടുംബത്തിൽ സന്തോഷ വാർത്തകൾ എത്തുകയും ചെയ്യും. കുംഭം രാശി അവിട്ടം ആദ്യ പകുതി ഭാഗം, ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിനോ പുതിയ അധിക ചുമതലകൾ ലഭിക്കുവാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ വ്യക്തമായ മുന്നേറ്റം ദൃശ്യമാകും. പൊതുരംഗത്ത് പ്രശസ്തി വർദ്ധിക്കുന്നതിനു ഒപ്പം തന്നെ പുതിയ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും. മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയും ആസൂത്രിതമായി ചെയ്ത കാര്യങ്ങൾ ഭംഗിയായി നടപ്പിലാക്കുകയും ചെയ്യും. പിതാവിൽ നിന്ന് മുതിർന്ന വ്യക്തികളിൽ നിന്നോ ധനസഹായങ്ങൾ ലഭിക്കുന്നതാണ്. ദൂരയാത്രകൾക്കും സന്ദർശനങ്ങൾക്കും അവസരം ഒരുങ്ങും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.